ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് മധുരക്കിഴങ്ങും കൊണ്ടുള്ള ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അതിനുവേണ്ടി മധുരക്കിഴങ്ങ് പീസുകളാക്കി ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. ചെറിയ മധുരക്കിഴങ്ങാണെങ്കിൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനത് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നീക്കം ചെയ്ത് അതൊന്ന് ഉടച്ചെടുക്കണം. ഞാൻ തൊലി മാറ്റി ഒരു കാൽഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 മുട്ട പൊട്ടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഇനി അത് കട്ട്ലൈറ്റിൻ്റെ പോലെ ഷേപ്പുകളാക്കി ഒരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ഓരോന്നായി ഷേപ്പുകളാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 7 എണ്ണം ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. 7 എണ്ണം പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം മുരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗവും ആയിട്ടുണ്ട്. ഇനി അത് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. താങ്ക്